ഇന്ന് കേരളത്തിൽ നിന്ന് MBBS പഠിക്കാനായിട്ട് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ നോർമലി എന്തായാലും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഏറ്റവും മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നും പ്രോപ്പറായിട്ട് അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ഏത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 6 കോളേജസ് ആണ് കേട്ടോ. അതിനകത്ത് ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ബുഖാര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്, സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തഷ്കൻ മെഡിക്കൽ അക്കാഡമി, ദെൻ തഷ്കൻ പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു 6 യൂണിവേഴ്സിറ്റീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫീസ് എങ്ങനെയാണ്, ദെൻ നമ്മളവിടെ പഠിക്കുന്ന പ്രോഗ്രാം ഏതാണ്, പിന്നെ എന്തൊക്കെ അപ്രൂവൽസ്, ദെൻ ഹോസ്റ്റല്, അത് കൂടാണ്ട് ടോട്ടലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു 6 യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു കോളേജസിൻ്റെയൊക്കെ ട്യൂഷൻ ഫീസിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ $3500, ബുഖാരയിൽ $3200, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ $3500, സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ $3850 ട്യൂഷൻ ഫീസ് വരുന്നത്. തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെയും തഷ്കൻ പീഡിയാട്രിക്കിൻ്റെയും ഫീസ് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല. 2025 ഏപ്രിൽ മാസം 22 ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തഷ്കൻ മെഡിക്കൽ അക്കാഡമി, അതുകൂടാണ്ട് തഷ്കൻ ദന്തൽ, ദെൻ തഷ്കൻ പീഡിയാട്രിക്, ഈ ഒരു 3 കോളേജുകളെയും മെർജ് ചെയ്തുകൊണ്ട് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു യൂണിവേഴ്സിറ്റി വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, തഷ്കൻ മെഡിക്കൽ അക്കാഡമി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. സോ ഇനി പുതുതായിട്ട് വരാൻ പോകുന്ന തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസോ കാര്യങ്ങളോ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. വൺസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് ഫീസ്, ദെൻ എങ്ങനെയായിരിക്കും ക്ലാസ്സസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറൻ്റ് ഇവരുടെ ഫീസ് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഇയർ അവരുടെ ഫീസ് 3500 തന്നെയായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് പഠിക്കുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 എംബസി ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. എംബസി ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ പോയിട്ട് പഠിക്കേണ്ട പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഇൻ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർലി പറയുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കരിക്കുലം റിവേഴ്സ് ആയിരിക്കുന്നത് 2022 എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 2022 ഫെബ്രുവരി 24 എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ കരിക്കുലം റിവേഴ്സ് ആയിരിക്കുന്നത് എന്നും ഈ ഒരു പ്രോഗ്രാം പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യൽ പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കോളേജുകളും നമ്മളെടുത്ത് നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോംസിൽ ഈ ഒരു കാര്യം കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പഠിക്കുന്ന പ്രോഗ്രാമിൻ്റെ പേര് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വാർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2017 നമ്മളിപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 2017 എന്ത് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ഒരു കരിക്കുലം അപ്രൂവൽ റിവൈസ് വന്നിരിക്കുന്നത് എന്നും വാർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് WFME അടക്കമുള്ള എല്ലാ അപ്രൂവൽസ് ഉണ്ട് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റുഡൻസ് എടുക്കേണ്ട ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ വാർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം ആണോ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എടുക്കേണ്ടതുണ്ട്. ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് 2022 എന്ത് ചെയ്തേക്കുന്നത്, ഗവൺമെൻറ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡോംസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്ന് പറഞ്ഞാൽ 2017 ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. സോ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഫർഗാനയിലോട്ട് വരുന്ന സമയത്തോ ഈ ഒരു പ്രോബ്ലം അല്ല. അതിനകത്ത് വെരി ക്ലിയർലി എന്ത് ചെയ്യുന്നുണ്ട്, ഡോംസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇയേഴ്സിൻ്റെ ഫിസിഷ്യൻ ഇൻ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെയാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം വളരെ ക്ലിയർലി പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡോംസ് ചെക്ക് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഡീറ്റെയിൽസിൽ അവരുടെ പ്രോഗ്രാം കാണിക്കുന്നത് ഉള്ളി ഉസ്ബെക്ക് ആൻഡ് റഷ്യനിൽ മാത്രമാണ് പ്രോഗ്രാം കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ സ്റ്റുഡൻസ് ഒരു കൺഫർമേഷൻ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് മേ ബി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡോംസിൽ അപ്ഡേറ്റഡ് ആവാത്തതാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. സോ എനിഹോ സ്റ്റുഡൻസ് ഇത്തരം കാര്യങ്ങൾ ഒരു അപ്ഡേഷൻ എടുത്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ,
ദെൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നമുക്ക് TMAൻ്റെയും പീഡിയാട്രിക്കിൻ്റെയും കേസിൽ എന്തായാലും എന്താണ് പറയൽ പോസിബിൾ അല്ല, ബിക്കോസ് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് പുതിയൊരു കോളേജ് ഉണ്ടാവാനായിട്ട് പോകല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എന്തായാലും TMAൻ്റെയും പീഡിയാട്രിക്കിൻ്റെയും കാര്യത്തിൽ ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ദെൻ നമ്മളിപ്പോൾ ECFMG WFME അടക്കമുള്ള അപ്രൂവൽ നമ്മൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കോളേജുകൾക്കും എന്തുണ്ട് ECFMGയുടെയും WFMEൻ്റെയും അപ്രൂവൽസ് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്യൂ ഈ ആൻറ്റിജാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക, അതുകൂടാണ്ട് സമർക്കൻഡായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ബിക്കോസ് ഇതിനകത്ത് WFMEക്ക് അവർ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് വാർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. സോ ഈ വാർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമാണോ ഫിസിഷ്യൻ ആൻഡ് ജനറൽ മെഡിസിൻ എന്നും ദെൻ സമർക്കൻഡിൽ ഈ ഫിസിഷ്യൻ ആൻഡ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന് എന്താണ് ഇംഗ്ലീഷിൽ കോഴ്സ് അവൈലബിൾ ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഈ രണ്ട് കേസസും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹോസ്റ്റലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോർമലി വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന പിള്ളേരെല്ലാവരും അല്ലെങ്കിൽ പാരൻസൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ ഉണ്ടാവണം, അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടി സെപ്പറേറ്റ് ഹോസ്റ്റലൊക്കെ ഉണ്ടാവണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ നമ്മളിപ്പോൾ ഇന്ത്യൻസിൻ്റെ ഹോസ്റ്റലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ കോളേജസിലും എന്തുണ്ട്, ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന കോളേജുകളുടെയൊക്കെ ഹോസ്റ്റൽസ് ഇൻസൈഡ് ക്യാമ്പസ് ആണോ നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റിജാൻ്റെ ഹോസ്റ്റൽ നമുക്ക് ഔട്ട്സൈഡ് ആണ് വരുന്നത്. ദെൻ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ക്യാമ്പസ് ആണ് എന്ത് വരുന്നത്, ഹോസ്റ്റൽ വരുന്നത്. ദെൻ എന്താണ് നമ്മളിപ്പോൾ സമർക്കൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എടുത്താലും നമുക്ക് ഔട്ട്സൈഡ് ക്യാമ്പസാണ് ഹോസ്റ്റൽ വരുന്നത്. ദെൻ TMAയുടെ ഹോസ്റ്റൽ ഔട്ട്സൈഡാണ്, പീഡിയാട്രിക്കിൻ്റെ ഹോസ്റ്റലും ഔട്ട്സൈഡാണ്. സോ ഇതിപ്പോൾ ഇനി വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോളേജുകൾ തമ്മിൽ മെർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ടിലുള്ള ഏത് ഹോസ്റ്റലിലാണ് സ്റ്റുഡൻറ്റ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ TMAയുടെയും പീഡിയാട്രിക്കിൻ്റെയും കേസിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ തഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി പീഡിയാട്രിക്കും നമ്മളുടെ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയുണ്ട്, ഒരു 18 കിലോമീറ്ററോളം ഉണ്ട്. ദെന്തൽ ഏകദേശം 19 കിലോമീറ്ററും ഉണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ എന്താണ് തഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയിൽ അവരിറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനായിട്ട് പോകുന്നത് എന്താണ്, തഷ്കൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ക്യാമ്പസ്, സെക്കൻഡ് ക്യാമ്പസ്, തേർഡ് ക്യാമ്പസ്, അതായത് ABC എന്ന പേരിലായിരിക്കും ക്യാമ്പസുകൾ അറിയപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന രീതിയിലായിരിക്കും അറിയപ്പെടുക എന്നുള്ളൊരു കാര്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ എന്താണ് ഇപ്പോഴത്തെ TMAയിലിരിക്കുമോ പീഡിയാട്രിക്കിലിരിക്കുമോ ദന്തലിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ എന്താണ് തഷ്കൻഡ് TMAയും അതുകൂടാണ്ട് പീഡിയാട്രിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വൺസ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രോപ്പർലി വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എനിഹൗ കറണ്ടിലുള്ള ഹോസ്റ്റൽസ് ആയാലും ഔട്ട്സൈഡ് ക്യാമ്പസ് തന്നെയാണ് എന്ത് വരുന്നത്, നമുക്ക് ഹോസ്റ്റൽസ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഇന്ത്യൻ ഫാക്കൽറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിജാനിൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ അല്ല, ബുഖാരയിൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ അല്ല. ദെൻ എന്തുണ്ട്, നമുക്ക് ഫർഗാന നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് 13 ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്. ഇതിൽ അനാട്ടമി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മലയാളിയാണ്, ഡോക്ടർ രോഹിത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ അവിടെ അവൈലബിൾ ആണ്. ദെൻ സമർക്കൻഡ് നോക്കുകയാണെങ്കിൽ സമർക്കൻഡിൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്, പക്ഷേ വളരെ ഫ്യൂ നമ്പർ ഓഫ് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണുള്ളത്. ദെൻ എന്താണ് പഴയ TMAയിലോ അല്ലെങ്കിൽ പീഡിയാട്രിക്കിലോ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തല്ല ഇന്ത്യൻ ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമ്മൾ ഈ കോളേജസിൻ്റെ ടോട്ടലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ, കോളേജിൻ്റെ വലിപ്പം അതുകൂടാണ്ട് എത്ര വലിയ ക്യാമ്പസ് ഉണ്ട്, ടോട്ടലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എൻറ്റയർ യൂണിവേഴ്സിറ്റീസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ക്യാമ്പസും ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് തന്നെയാണ്. ബാക്കിയുള്ള കോളേജുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് തന്നെയാണ്. ദെൻ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഏത് കോളേജുകളുടെ ഹോസ്പിറ്റൽ എടുത്താലും മിനിമം ഒരു 3000+ എന്ന രീതിയിൽ ബെഡ് കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റൽസ് തന്നെയാണ് എല്ലാ കോളേജുകൾക്കും ഉള്ളത്. ഏകദേശം ഒരു 3000-ന് മുകളിൽ ബെഡുള്ള ഹോസ്പിറ്റൽസ് തന്നെയാണ് എല്ലാ കോളേജസിനും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട്, അതായത് നമ്മുടെ കോളേജും അതുകൂടാണ്ട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിജാനിൽ നമുക്ക് എയർപോർട്ട് അവൈലബിൾ അല്ല. നിയറസ്റ്റ് ആയിട്ട് വരുന്ന എയർപോർട്ട് എയ്തർ ഫർഗാന അല്ലെങ്കിൽ നമൻ ഖാൻ, ഇതിലേതെങ്കിലും ഒരു എയർപോർട്ടാണ് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ ബുഖാരയിൽ നമുക്ക് ബുഖാര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ദെൻ ഫർഗാനയിൽ ഫർഗാന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. സമർക്കൻഡിൽ സമർക്കൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ദെൻ നമ്മൾ പഴയ TMAയും അതുകൂടാണ്ട് പീഡിയാട്രിക്കും എടുക്കുകയാണെങ്കിൽ രണ്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തഷ്കൻഡിൽ തന്നെയാണ് വരുന്നത്. സോ തഷ്കൻഡിൽ നമുക്ക് എയർപോർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എയർപോർട്ട് കറൻ്റിലി അവൈലബിൾ അല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജാനാണ്. അപ്പം ആൻറ്റിജാൻ്റെ നിയറസ്റ്റ് എയർപോർട്ട് നമ്മളിപ്പോൾ അതിനകത്ത് ഫർഗാനയോ അല്ലെങ്കിൽ നമൻ ഖാനോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസിലാണ് നമുക്ക് എന്ത് വരുന്നത്, എയർപോർട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്ബെക്കിസ്ഥാന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസോ കാര്യങ്ങളൊന്നുമില്ല. ബുഖാരയിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസോ കാര്യങ്ങളൊന്നുമില്ല.
ദെൻ നമ്മളിപ്പോൾ എന്താണ് ഫർഗാനയിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അജ്മാനിലുള്ള ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായും അത് കൂടാണ്ട് എന്താണ് തുമ്പൈ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫർഗാനയിൽ അവർ ഒരു അമേരിക്കൻ MD പ്രോഗ്രാം നടത്തുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് മാത്രമാണ്. ഇപ്പോൾ സമർഖണ്ഡിലോ അല്ലെങ്കിൽ TMAയിലോ പഴയ TMAയിലോ അല്ലെങ്കിൽ പീഡിയാട്രിക്കിലോ ഒന്നും തന്നെ എന്തില്ല, ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ പ്രോഗ്രാം അവൈലബിൾ അല്ല. സോ ഇത് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫർഗാനയിൽ മാത്രമാണ്. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ട്, സ്റ്റുഡൻസിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ നോളജ് ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഫർഗാനയിൽ അപ്രൂവൽ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി നമുക്കുള്ളതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം എന്ത് ചെയ്തേക്കുന്നത്, അവർക്ക് അപ്രൂവൽ ചെയ്ത് കിട്ടിയേക്കുന്നത്. ദെൻ നമ്മളിപ്പോൾ ഒരു ഇൻ്റർ കോളേജ് ഫെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫർഗാനയിൽ ഇത്തരം പ്രോഗ്രാമുകൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ആൻഡിജാനും ഫർഗാനയൊക്കെ തമ്മിലുള്ള ഫുട്ബോൾ മാച്ച്, വോളിബോൾ മാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഞാനീ പറയുന്നത് പിന്നെ എന്താണ്, സ്പോർട്സിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ആർട്സിൻ്റെ കാര്യം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ഇത്രയും പ്രോഗ്രാമുകൾ നമുക്ക് ഫർഗാനിൽ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബാക്കിയുള്ള കോളേജുകൾ എടുക്കുകയാണെങ്കിൽ റെയർലി ഇപ്പം എന്താണ് സെമ്മിൽ ഒരു 2-3 തവണയൊക്കെ ആയിരിക്കും കോളേജുകൾ തമ്മിലുള്ള ഫെസ്റ്റ് ഇൻസൈഡ് ദ ക്യാമ്പസ് വെച്ച് നടക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഈ കോളേജസിനകത്തുള്ള എന്താണ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ടഫോ അത് കൂടാണ്ടുള്ള ട്രാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാനയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഫർഗാനയിൽ വെച്ച് നോർമലി ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്, ഈ ഒരു എൻറ്റയർലി ഉള്ള കോളേജുകൾ നോക്കിയിട്ട് സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റീസെൻ്റായിട്ട് എംബസി ഓഫ് ഇന്ത്യയുടെ അവാർഡ് ലഭിച്ച 12ഓളം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫർഗാനയിൽ പഠിക്കുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് കൂടാണ്ട് സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്തും എന്താണ് ഫർഗാനയ്ക്ക് നമുക്ക് ഒരു പോയിൻ്റ് കൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻ നമ്മൾ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി എല്ലാ കോളേജുകളുമായും വളരെ നല്ല റിലേഷൻ പുലർത്തുന്ന ഒരു എംബസിയാണ്. ഇപ്പോൾ പുതിയൊരു കൗൺസിലർ ജനറൽ മാറിയാൽ പോലെ എല്ലാ യൂണിവേഴ്സിറ്റികളും വിസിറ്റ് ചെയ്യും, കോളേജിൽ പോയിട്ട് പിള്ളേരെ കാണുകയും അങ്ങനെ വളരെ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എംബസിയാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി. പക്ഷേ മോറോവർ നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷം ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസികൾ നടത്തിയിരിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർ ദാൻ 60-70% പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഫർഗാനയിലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ദെൻ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എംബസി ഓഫ് ഇന്ത്യ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കൻഡിലാണ്. തഷ്കൻഡിൽ ഇത് കൂടാണ്ട് ഒരു ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൂടിയുണ്ട്, തഷ്കൻഡ് ദന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഈ ഒരു 3 യൂണിവേഴ്സിറ്റികളിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നതിനേക്കാൾ പ്രോഗ്രാമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫർഗാനയിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ 74ാമത്തെ റിപ്പബ്ലിക് ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ഫംഗ്ഷനോ ദെൻ അത് കൂടാണ്ട് പിന്നെ നമ്മുടെ വേൾഡ് യോഗ ഡേ ഫംഗ്ഷൻ അടക്കമുള്ള പല കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഫർഗാനയിലാണ്. ഈവൻ നമ്മുടെ വേൾഡ് യോഗ ഡേ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരെ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് ഫർഗാന. സോ അപ്പോൾ ഇവരുടെ ഒരു എംബസിയുമായിട്ടുള്ള റിലേഷൻ വളരെ നല്ല റിലേഷനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള എല്ലാവരുടെയും റിലേഷൻസ് ഗുഡാണ്, പക്ഷേ ഇത് വളരെ നല്ലൊരു റിലേഷനാണ് എന്ത് ചെയ്തേക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ ഒരു ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉസ്ബെക്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. ബാക്കിയുള്ള കോളേജുകൾ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള കോളേജസ് ഒക്കെ വളരെ നല്ല കോളേജുകളാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇൻഫ്രയുടെ കേസിലായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കോളേജുകൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ WDOMS ഒക്കെ എടുത്തിട്ട് പറഞ്ഞു തന്നത്. ദെൻ റിഗാർഡിങ് TMA ആൻഡ് പീഡിയാട്രിക് നമ്മൾ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് പുതിയൊരു യൂണിവേഴ്സിറ്റി തഷ്കൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന പേരിലുള്ള യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് TMA ആൻഡ് പീഡിയാട്രിക്കിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ബിക്കോസ് ഇപ്പോൾ കറൻ്റ്ലി തഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി അവരിട്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് പഠിക്കാനായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നതെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി ഏത് ക്യാമ്പസിലിരുന്ന് പഠിക്കുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഈ 3 ക്യാമ്പസുകളും സെപ്പറേറ്റ് തന്നെ നിലനിൽക്കുമെന്നും അത് 1, 2, 3 എന്ന പേരിലായിരിക്കും അറിയപ്പെടാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ TMAയുടെ മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ എടുക്കുന്ന വിദ്യാർത്ഥി ചിലപ്പോൾ പോയിരുന്ന് പഠിക്കാൻ പോകുന്നത് ദന്തലിലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വൺസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, TMAനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് പറയൽ സാധിക്കുകയുള്ളൂ. സോ കറണ്ട് പൊസിഷനിൽ
നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച യൂണിവേഴ്സിറ്റി. അതിപ്പോൾ CMA ആയിട്ടോ അല്ലെങ്കിൽ പീഡിയാട്രിക് ആയിട്ടോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്താലും കറണ്ട് പൊസിഷനിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ഫർഗാന. ദെൻ ബാക്കിയുള്ള കോളേജസും വളരെ മികച്ച കോളേജുകളാണ്. പക്ഷേ എന്താണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.